ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് FR Legends ആണ്. ഞാൻ ഒരു വശം അന്നേരം കളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കളിക്കാൻ പോകും. ഞാൻ ഫുള്ള് റിപ്പയർഡ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് അടുത്ത വർഷം ഏത് ഗെയിം കളിക്കണം നിങ്ങൾ പറയണം കേട്ടോ. നമുക്ക് ഞാൻ ഇന്ന് കയറ്റിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും നോക്കാം. എനിക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് വരുന്നില്ല ഗൈസ്. നേരത്തെ അടിക്കുമായിരുന്നു, ഇപ്പം അടിക്കില്ല ഗൈസ്. അത് ശീലമാകും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കളിച്ച് ശീലമാകും ഗൈസ്. ഡ്രിഫ്റ്റ് ഇങ്ങനെ അല്ല, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം ഗൈസ്. ബാക്ക് ഇങ്ങനെ കാണണം. നമുക്ക് ഗൈസ് ഞാൻ ചരിഞ്ഞിട്ട് അടിച്ച് നോക്കട്ടെ. ഒന്ന് എക്സോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓ ഗൈസ്, എന്ത് ക്ലോസ് ആണ് നമ്മളായിരുന്നത്, എന്ത് ക്ലോസ് ആയിരുന്നു നമ്മൾ. ഹാൻഡ് ബ്രേക്ക് ഇട്ട് അടിച്ച് നോക്കാം ഗൈസ്. ഇത് പറ്റില്ല, എനിക്ക് കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. അതാണ് നോക്കാം ഒരു വശം കൂടെ. ഓ ഗൈസ്, ഓയ്യോ, എന്നെ റിപ്പയർ ചെയ്തിരിക്കണം, മുട്ടാൻ പാടില്ല ഗൈസ്. ജസ്റ്റ് ഗൈസ് നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ച് അങ്ങോട്ട് പോണു ഗൈസ്. ഞാൻ ശരിയില്ല. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാറില്ല. വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇത് ഡ്രിഫ്റ്റ് എല്ലാം അടിക്കുന്നു, ഞാൻ ഇപ്പം ഡ്രിഫ്റ്റ് അടിക്കുന്നു ഗൈസ്. നമുക്ക് ഈ ക്യാമറ ഇങ്ങനെ മാറ്റിയിട്ട് അടിക്കാം ഗോയ്സ്. ഇങ്ങനെ കണ്ട കൈ ഒരു പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ക്യാമറാസ് ഒന്നും വയ്ക്കാറില്ല. ഞാൻ ഇത് മാത്രമേ വയ്ക്കാറുള്ളൂ. ഇത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആർക്കൊക്കെ ഈ ക്യാമറ കംഫർട്ടബിൾ പോലെ തോന്നുന്നു അവരൊക്കെ ലൈക്ക് ചെയ്യും, ഷെയറും സബ്സ്ക്രൈബും നിർബന്ധമായി ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ അയ്യോ ഞാൻ കോണിൽ എല്ലാത്തിലും ഇടിച്ചിടിച്ച് പോകുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ലെവലൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്യാം. ഇവിടുത്തെ ഡ്രിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ നല്ല കഷ്ടമാണ് ചേച്ചി, കഷ്ടമാണ്. വാ, ഡ്രിഫ്റ്റ് നന്നായിട്ട്. അയ്യോ ഗൈസ്, ഞാൻ എവിടേക്കൊക്കെയാ പോകണം ഗൈസ്. ഗൈസ് എക്സോസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്പീഡാണ്. അയ്യോ, ഇവിടുത്തെ കോണൊക്കെ നോ, ജസ്റ്റ് പാർക്കിംഗ് അടിച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെയുള്ള സ്ഥലം, ഇവിടെ നിന്ന് ജയിച്ചിരിക്കുന്നു. ഇങ്ങനെയല്ലേ ഗായ്സ്? പക്ഷേ ലൈറ്റ് ഇട്ട് കളിക്കാം. നമുക്ക് നമ്മുടെ ആരാധകർ കണ്ട നിൽക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ച് ഒരു വശം കൂടെ കറങ്ങിയിട്ട് ചാലഞ്ച് ചെയ്യുക ഗൈസ്. അപ്പോഴേ ഇവിടെ നിന്നൊക്കെ നല്ല ഡ്രിഫ്റ്റ് അടിച്ച് പോയി. ഈ പ്രാവശ്യം ഡ്രിഫ്റ്റ് അടിക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഡ്രിഫ്റ്റ് അടിക്കാൻ നമ്മൾ വഴി മാറിപ്പോണു ഗൈസ്. എനിക്ക് ഇതിൽ വഴിയേ കിട്ടില്ല ഗൈസ്. ഞാൻ വേറെ വഴി നോക്കാം ഗൈസ്. എനിക്ക് ഇവിടെ വഴിയേ കിട്ടില്ല. പ്രാക്ടീസിൽ ഞാൻ ഇതെടുത്തുകൊണ്ടിരുന്നത്, ഇതിലെനിക്ക് വഴി കിട്ടില്ല. ഇങ്ങനെ തിരിഞ്ഞൊക്കെ വരണം. ഒന്ന് നോക്കാം, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ടല്ലേ പോകേണ്ടത്, നേരെ പോകണം. നല്ല കഷ്ടമുണ്ട്. തിരിയാനാണ് ഗൈസ് കഷ്ടം ഗൈസ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ എക്സോസ്റ്റ് ഇട്ട് ഗൈസ് എന്തോ പൊട്ടി ഗൈസ്. ബാക്കിത്തെ ഗൈസ് റിപ്പയർ ചെയ്തിട്ട് വരാം
അയ്യോ പിന്നെയും പൊട്ടു. നമുക്ക് സോളോ റേസ് ഇടാം. നമുക്ക് സോളോ ഇടാം കേട്ടോ. സോളോ റണ്ണ് കിട്ടാം. റേസ് അല്ല ഗൈസ്. അയ്യോ ഇത് സോളോ റേസാണ് ഗൈസ്. എനിക്ക് സോളോ റേസ് വേണ്ട. വേറെ എന്തോ അല്ല റേസ് അല്ല ടച്ച് അറ്റാക്ക് ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ടർബോട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ FR ലെജൻസിൻ്റെ. ഇനി നിങ്ങൾക്ക് ഫ്രീ ഫയർ ഇടണം എന്ന് ഉള്ളവർ കമൻറ്റ് ചെയ്യാം. നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഫ്രീ ഫയർ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ഇടാം. ഞാൻ അന്ന് ഫ്രീ ഫയറിൻ്റെ ഒരു വീഡിയോ ഇടാൻ നോക്കി, പക്ഷെ അത് എന്തോ എറർ കാട്ടിയിട്ട് കയറിയില്ല ഗൈസ്. ഹായ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ പറയും ഞാൻ ഇടാം ആണെങ്കിൽ. ഗൈസ് ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ചാൽ പണി പാടും ഗൈസ്. അതുകൊണ്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ പാടില്ല. ഡ്രിഫ്റ്റ് അടിക്കാണ്ട് ഇവിടെ പോകണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്തും ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിരിക്കണം പ്ലീസ്. ഗൈസ് എനിക്കാകെ 10 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ആയിട്ടുള്ളൂ ഗൈസ്. നിങ്ങളെ കൂട്ടിത്തരണം കേട്ടോ. നമുക്ക് വണ്ടി നല്ല സ്പീഡ് വിടാം. ഡാമേജ് കൂടിയിട്ട് വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും കഴിഞ്ഞ വശം കയറ്റിയപ്പോഴും ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ചത് കൊണ്ട് ഞാൻ എപ്പോഴും തോൽക്കും. ഇവിടെ വണ്ടിയിൽ ലൈറ്റ് കൂട്ടിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ വണ്ടി നല്ല കേട് വന്നിട്ടുണ്ട് കേട്ടോ. റിപ്പയറിൻ്റെ നല്ല ആവശ്യമുണ്ട്. ഫുള്ളോടെയും കേട് വന്ന് അയ്യോ ദാറ്റ് ഈസ് ഫെയിൽ അടിച്ചു ഗൈസ്. എന്ത് ഗൈസ് ഇത്? ഒരു മിസ്റ്റേക്കിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് ഉള്ള മിസ്റ്റേക്കിന് ഒരു റേസ് എത്ര രൂപ കിട്ടേണ്ട അത്രയും പോയി. കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഫുൾ സ്പീഡ് എടുത്തിട്ട് പോകും ഈ പ്രാവശ്യം. തിരിഞ്ഞ് ഒയ്യോ ഓ ഫെയിലാകണ്ട. ഓ ജസ്റ്റ് ഗായ്സ് ഫെയിലായില്ല ഗായ്സ്. ഇതെന്താ ഗായ്സ്? ഞാൻ പോണു ഗായ്സ്. ഫുൾ പാളി. വണ്ടിക്ക് കളർ വരും അടിച്ച് പെയിൻ്റ് അടിച്ച് പോസണം. 19 ഉണ്ട്. ഇതെടുത്താലോ? ഇതൊന്നും വേണ്ട, ഇത് നന്നായിട്ടില്ല. പറഞ്ഞിട്ട് ഇതിനേക്കാളും ഇത് തന്നെ ഉണ്ട് തോന്നുന്നു. ഇതെന്തൊക്കെയോ ഡ്രിഫ്റ്റ് സ്പെക്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതെടുത്താലോ? എനിക്ക് ഇതെടുക്കാം ഗൈസ്. ഞാൻ ഇട്ടിരിക്കുന്നു ഗായ്സ്. ഇനി നമുക്ക് ടച്ച് അറ്റാക്ക് കളിച്ചിട്ട് ആകുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കുറവാണ്, പൈസ കുറവാണ് കയ്യിൽ. എക്സോസ്റ്റ് മാറ്റണം എന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കയ്യിൽ എനിക്ക് 999 റുപ്പീസ് ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞ് 1800 എത്രയോ ആയി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കളറ് മാറ്റിയപ്പോൾ അങ്ങനെ മാറ്റിയപ്പോൾ എക്സോസ്റ്റ് ഫസ്റ്റ് ഞാൻ ആക്കുമ്പോഴായിരുന്നു. ഡ്രൈവിംഗ് ഒക്കെ കാർ കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഈ ഗെയിം കയറ്റിയപ്പോൾ വേറെ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ലത്. ഓ ഗൈസ്, എന്ത് ഗൈസ്, ഞാൻ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോണു. ഞാൻ പോണു സ്റ്റോട്ട്.
ഗായ്സ് എനിക്ക് ഈ കാറിന് കേട് വരുത്താൻ എനിക്ക് ആഗ്രഹമില്ല. റിപ്പയർ ചെയ്യാൻ നല്ല പൈസ എടുക്കും ഗായ്സ്. എനിക്ക് എന്തായാലും ഇതിന് സംസാരിച്ചാലും എനിക്ക് ജയിച്ചിരിക്കണം. ഇവിടെ ആക്സിലേറ്ററിൽ വിട്ടില്ലെങ്കിൽ എപ്പോഴും ഗൈസ് ഇവിടെ ആക്സിലേറ്റർ വിടുന്നു. ഇവിടെ എന്താ പറയുക പ്രശ്നം ഗൈസ്, ഈ പുല്ലിലൊക്കെ മുട്ടിയ പ്രശ്നമാണ്. പുല്ലിലൊക്കെ മുട്ടിയ പെട്ടെന്ന് ഡ്രിഫ്റ്റ് അടിക്കും. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. പെട്ടെന്ന് ഡ്രിഫ്റ്റ് അടിച്ചു കൊണ്ടിരിക്കും, ദേഷ്യം വരും. ഇതോടെ വളവിലൊക്കെ മെല്ലെ പോണം. ഇവിടെയും കൂടെ ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റില്ല. ഡ്രിഫ്റ്റ് അടിച്ചാൽ പിന്നെ ഇവിടെയൊക്കെ ഡ്രിഫ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ വരും, ഇവിടെ പെടും. ഓ ഗൈസ് കണ്ട വളവിൽ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരുന്ന പെടും. ഓ ഗൈസ് പുല്ലിൽ കയറി, ഭാഗ്യം ഡ്രിഫ്റ്റ് കയറിയില്ല ഗൈസ്. പിന്നെ പുല്ലി കയറുന്നില്ല. റോട്ടിൽ കൂടെ പോകണമെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചാൽ അതാണ് പ്രശ്നമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാറ്. ഓ പാലത്തിൻ്റെ മേലെയൊക്കെ പോകുന്നുണ്ട് നമ്മൾ. ഇവിടെ എനിക്ക് ഡേഞ്ചർ പോലെയാണ്, ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കും ഗൈസ്. ഈ വഴിയില്ലേ ഇപ്പോൾ കടന്നത്, അത് അവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ വർഷം അതിൽ കൂടെ വരാൻ നോക്കി, പക്ഷെ ട്രാക്കിൽ നിന്ന് വെളിയിൽ പോയാൽ ഫെയിലാകും. അതുകൊണ്ട് നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് ജയിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് ടോട്ടൽ 1200 രൂപ കിട്ടി. ഒരു വർഷം കൂടെ കളിക്കാം ഗൈസ്, എന്നിട്ട് ലാസ്റ്റ് റിപ്പയർ ചെയ്യുക ഗൈസ്. ഓഹോ ഫോണിൽ ചാർജ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഗൈസ്. ടർബോ കിട്ടാല്ലേ നല്ല സ്പീഡ് പിടിക്കും കാറ്. ഓ ഗൈസ് ഫെയിൽ ആകണ്ട പ്ലീസ്. യെസ്. നോ കുഴപ്പമില്ല. ഇവിടെ പെട്ടത് കൊണ്ട് ഗൈസ് നമുക്ക് ഫസ്റ്റ് ഔട്ട് എടുക്കാം. ഓനോ ഫ്രണ്ടിത്തെ അതൊക്കെ പോയി ഗൈസ്. എൻ്റെ പേരെന്താണ് എനിക്കറിഞ്ഞ അറിയില്ല, അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് എൻ്റെ പേരറിയില്ല ഗൈസ്. നമ്മൾ 1:28 വേഗം അവിടെ എത്തിയാലേ നമുക്ക് ന്യൂ റെക്കോർഡ് അടിച്ചിട്ട് 1200 രൂപ കിട്ടും. അതിനേക്കാളും മുമ്പ് എത്തിയില്ലെങ്കിൽ നമുക്ക് 800 രൂപ കിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ കളിച്ച് ഈ ടച്ച് അറ്റാക്ക് കുറച്ചും കൂടെ കളിച്ചാൽ നമ്മളുടെ ഒരു ക്ലോൺ വരും നമ്മുടെ കൂടെ കളിക്കാൻ, നീല കളറായിട്ട്. അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ടർബോ ഇട്ടപ്പോൾ അതിന് ടർബോ കിട്ടി. എന്താ അറിയില്ല ഗൈസ്, എൻ്റെ തോൽപ്പിക്കാൻ അവനും ടർബോ ഇട്ടിട്ട് വന്നു. ഫസ്റ്റ് ഞാൻ ടർബോ ഇട്ടപ്പോൾ അവൻ ടർബോ ഇട്ടില്ല, പക്ഷേ അവൻ ടർബോ ഇട്ടു ഗൈസ്. എനിക്കെത്താൻ പറ്റില്ല തോന്നുന്നു. ഒന്നായി ഗൈസ്. ഇപ്പോഴേ ഞാൻ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കും. ഓ ഗൈസ് നടക്കില്ല. എനിക്കറിയില്ല ഗൈസ്, ഞാൻ എന്തിനാ വെറുതെ ബാക്ക് അടിച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനത് ലേറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ വഴിയാണ് തോന്നുന്നു. അല്ല ഗൈസ്, ഈ വഴിയല്ല. മറ്റേ അവിടെ നമ്മളൊരു വഴി കണ്ടില്ലേ, ആ വഴി ഏതിയാ പോകണമെന്ന് എനിക്കറിയണം. അതിനു വേണ്ടി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വാക്ക് കിട്ടുന്നില്ല. ഇവിടെയൊക്കെ എക്സോസ്റ്റ് ഇട്ടിട്ട് മെല്ലെ പോകണം. പൊടി കൊത്തിയാൽ നല്ല സ്പീഡ് എടുക്കാം ഗൈസ്. ഇവിടെ സ്പീഡ് എടുക്കാനേ പാടില്ല, ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കാനും പാടില്ല. ഇവിടെ നല്ല വളവാണ്. ഇവിടെ കണ്ട ബ്രേക്ക് പിടിച്ച് പോകണം. ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ നമ്മൾ വിട്ടു ഗൈസ്. കണ്ട എക്സോസ്റ്റ് കണ്ട ഗൈസ്, ഡ്രിഫ്റ്റ് അടിക്കുന്നു ഗൈസ്. ഇവിടെ പെടുന്നു ഞാൻ. എനിക്ക് ആക്സിലേറ്റർ അന്നത്തേനും കൂടെ കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. പെട്ടെന്നാക്കുമ്പോൾ ആക്സിലേറ്ററും പോകണം.
ഗൈസ് എനിക്ക് എത്താൻ പറ്റില്ല തോന്നുന്നു. 28ൻ്റെ മുമ്പ് എനിക്ക് എത്താൻ പറ്റില്ല. ഗൈസ് കുഴപ്പമില്ല, എത്തിയാൽ പോരെ. ഗൈസ് ഇവിടെ എത്തുമ്പോഴൊക്കെ 17 കഴിഞ്ഞു. ഗൈസ് ഉറപ്പെത്തില്ല ഞാൻ. 28ന് മുമ്പ് അവിടെ എത്തില്ല ഞാൻ. എത്തിയിട്ടും കൂടെ ഗൈസ് 42ന് മുമ്പ് അവിടെ എത്തണം എനിക്ക്. പ്ലീസ് ഗൈസ് ടർബോ ഇടണം ഗൈസ്. അടുത്ത പ്രാവശ്യം ഞാൻ ടർബോ ഇട്ടിട്ട് 55ന് മുമ്പ് എത്തും. ഈ പ്രാവശ്യം 55ന് മുമ്പെങ്കിലും എത്തണം ഗൈസ്. ഗൈസ് എത്തി. 55ന് മുമ്പെങ്കിലും എത്തിയല്ലോ. അതേ കാര്യം പറയുന്നു. കാര്യമായി ഗൈസ്. എന്താ അറിയില്ല, 1200 രൂപ കിട്ടി ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, പക്ഷെ ഞാൻ പോകണം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് വണ്ടിൻ്റെ ഊപ്പാടളകി ഗൈസ്. വണ്ടിത്തെ ഇതും പോയി, ബാക്ക് ചെയ്തതും പോയി. നമുക്ക് റിപ്പയർ ചെയ്ത് വിടാം. അതി ഇനി ടർബോ കിറ്റ് ഉണ്ട്. ടർബോ കിറ്റിന് എത്ര രൂപ ആയിരിക്കും? ടർബോ കിറ്റ് ഇതിന് 0, ഇതിന് 4000. ഈ ടർബോ കിറ്റിന് 0. സ്റ്റോക്ക് ഇൻസ്റ്റാള് 4000. ഗൈസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ത് ഗൈസ് കഴിയുന്നില്ല. എത്ര ടർബോ കിറ്റൊക്കെ ഗൈസ്, എത്ര ടർബോ കിറ്റ് ഗൈസ്. ₹0 വെക്കുന്നു ഗൈസ്. എനിക്ക് വെക്കാൻ തോന്നുന്നു. ടർബോ കിറ്റ് എടുക്കാൻ പറ്റില്ല ഗൈസ്. 4000 രൂപ വേണം. നമുക്ക് നമ്മുടെ ഇതിന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മിറർ വേണ്ട, എക്സോസ്റ്റ് മാറ്റാം. എക്സോസ്റ്റ് ഇതൊക്കെ സെറ്റ് ഉണ്ടല്ലേ ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. എക്സോസ്റ്റ് ഇതാ നല്ലത്, ഇതാ നല്ലത്. പിന്നെ ഇതുണ്ട്. ഒറ്റടി 2 സൈഡിൽ നിന്ന് നോക്കണം ഗൈസ്. അപ്പോഴാണ് എൻ്റെ ഇത്. ഓ ഗൈസ്, ഇത് പമ്പും ഗൈസ്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതെടുക്കണം. എനിക്ക് തോട്ടെ ആഗ്രഹമുണ്ടായിരുന്നു. FL ഉണ്ടാവും ഇവിടെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക്. റൈറ്റ് സ്കേർട്ട് മൗണ്ട് 4 ഇതിൻ്റെ ആവശ്യം. ഇതെന്തരാ? വാട്ട് ഈസ് ദിസ്? റിമ്മർ ഓഫ്. ഇതിൻ്റെ തന്നെ മതി. അപ്പം നമുക്ക് ബ്രേക്ക് നോക്കാം ഗൈസ്. ഇതെന്ത് ഗൈസ്? ബ്രേക്കിൽ ഈ ഉള്ളിൽ ഇതെന്ത് സാധനം കാണുന്നില്ല ഗൈസ്. എന്ത്? വാട്ട് ഈസ് ദിസ്? എന്താ മാറുന്നു? എനിക്കൊന്നും മനസ്സിലാവില്ല. ഒന്നുമേ മനസ്സിലാവില്ല. ഗ്രീവ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് പെയിൻറ് നോക്കാം. പെയിൻറ് വേണ്ട, ബോർഡിൻ്റെ പെയിൻറ് വേണ്ട. ഞാൻ എന്നാലും പെയിൻറ് മാറ്റിക്കല്ല ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ട് ഇതിങ്ങനെ ചരിച്ചിട്. ഫ്രണ്ട് ഇങ്ങനെ കയറ്റിയിട്ട മോനെ. സെറ്റ് കാറ് മോനെ. നമുക്ക് ഒരു വശം കൂടെ ഇതാക്കിയിട്ട് ഇത് കുറച്ച് ഇങ്ങനെയൊക്കെ
ഇത്ര മതി ഗൈസ്. ഓവർ ഡ്രിഫ്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ഗൈസ് സെറ്റായിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ വണ്ടി. ഇതെന്ത് ടർബോ കിറ്റ്, സ്പീഡോമീറ്റർ അവിടെ. ഇത് ഗൈസ് ഇതിൻ്റെയൊക്കെ എന്താവശ്യം? ഇതിൻ്റെ ആവശ്യമുണ്ടോ? വെറുതെ ഇപ്പുറത്ത് ഡ്രൈവ് ചെയ്യാനും പറ്റും ഗൈസ്, പക്ഷെ വേണ്ട. ഷിഫ്റ്റർ നോക്കാം. ഏതാണെങ്കിലും ഉള്ളിലാര് കണ്ട് ഗൈസ്. ഇതവിടെ കോജ, അതെന്ത് കോജ? പിന്നെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് വട്ടം കറക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ കൂടുതൽ ദിവസം വൈകിക്കാതെ ഫ്രീ ഫയറിൻ്റെയും വീഡിയോസ് ഇടും. നിങ്ങൾ കാത്തിരിക്കുക. ശരി, ബൈ ബൈ.